ആ ആ എടാ ഹരി, എത്ര പ്രാവശ്യം ഞാൻ നിന്നെ വിളിക്കുക? എടാ നീ ആ പോലീസുകാരെ വിളിച്ചു നോക്കിയായിരുന്നാ? അമ്മാവ, ഞാൻ അവരെ വിളിച്ചിരിക്കുക. ആ, കുട്ടികളുടെ മിസ്സിംഗ് കുടുംബത്തിൽ നിന്ന് തന്നെയാണോ എന്ന് അവര് പ്രത്യേകം ചോദിച്ചു. അതെ അതെ മോനെ, അവർക്ക് എന്താ ചോദിക്കാൻ മേലാത്തത്? ചോദിക്കുന്നതിൽ കാര്യമില്ലേ? ഒരിടത്ത് കാണാതിരിക്കുന്നത് ജ്യോതിയുടെ മകൻ, അമ്മയുടെ സ്ഥാനത്ത് നിത്യ. ഈ നിത്യയുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചപ്പോ ജീവനും. അതേ പോലീസ് സ്റ്റേഷനില് ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അവര് എന്നോടും നിത്യയോടും ഡിമാൻഡ് ചെയ്തിരിക്കുക. നമ്മുടെ വീട്ടിലെ സ്ഥിതിയോ? ഞാൻ എന്റെ കുഞ്ഞെന്ന് പറയുമ്പോ കുഞ്ഞ് എന്റേതാണെന്ന് പറയാൻ വീണയും. ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരു പോലീസുകാരന് പിന്നെ എന്താ തോന്നുക? പിന്നെ അവര് കളിയാക്കുന്നതിലും ആക്ഷേപിക്കുന്നതിലും എന്താ കുഴപ്പം? എന്നാലും നീ കുഞ്ഞുങ്ങളെ കാണാത്തപ്പോഴാണ് സാഹിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇതൊക്കെ സത്യത്തിൽ എന്തോ തോന്നുന്നേ? കുഞ്ഞുങ്ങൾ എവിടെ പോയിട്ടുണ്ടാവും? അമ്മാവ, എനിക്കറിയില്ല. ഇന്നാളെ ആ കുഞ്ഞുങ്ങളെ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ചെയ്തതായിരിക്കുവാടാ. എടാ, ഇനി അതല്ലെങ്കിൽ ആരെങ്കിലും അവരെ... എനിക്കറിയില്ല അമ്മാവ. ഇതിപ്പോ ജ്യോതിയുടെ കല്യാണം മുടക്കാൻ ആരോ കരുതി കൂട്ടി ചെയ്ത പോലെയാ. ഏതവസ്ഥയിൽ ആ കുടുംബം കല്യാണം നടത്തുന്നത്? അത് മുടക്കിയിട്ട് ആർക്കാ നേട്ടം? എല്ലാവർക്കും പകയാ. ഒരാൾക്ക് നല്ലത് വരുന്നത് കണ്ടുകൂടാ. അതെ, ഈ നിത്യയുടെ അവസ്ഥയെ എടാ, ഒരുപാട് കഴിവുള്ള കുട്ടിയാണ്. പക്ഷെ ദൈവം ആ കൊച്ചിന് കരയാൻ മാത്രം യോഗം കൊടുത്തിരിക്കുന്നത്. നീ എന്തായാലും കുഞ്ഞുങ്ങളൊന്നും നോക്കടാ. ഒരു സമാധാനം ഇല്ല, അതാ. കല്യാണി, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? പുറത്ത് എവിടെ നടന്നാലും അവരെ നമ്മളെ കണ്ടുപിടിക്കും. കല്യാണം നടത്തുകയും ചെയ്യും. ഈ സ്ഥലത്തൊന്നും ആരെയും കാണുന്നില്ലല്ലോ. ഇതിനകത്ത് കയറിയാലേ ആരും ഉണ്ടാവില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വിളിച്ചിരിക്കാം. നമ്മളെ കാണാണ്ടായാലും കല്യാണം മുടങ്ങുമോ? മുടങ്ങും. അത് കഴിഞ്ഞിട്ട് അവര് നമ്മളെ കണ്ടുപിടിച്ചോട്ടെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവല്ലോ ആദിക്ക് നിത്യാമ്മയെ വിട്ടു പോവാൻ പറ്റില്ലാന്ന്. എല്ലാവരും സമ്മതിക്കോ? സമ്മതിക്കും. സമ്മതിപ്പിക്കണം. ആദി പോയാലേ നിത്യാമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. നിത്യാമ്മ കരഞ്ഞ ആദിക്ക് വിഷമാവില്ലേ? വിഷമാവും. പിന്നെ നിത്യാമ്മ ഒരിക്കലും കരയാൻ പാടില്ല. നിത്യാമ്മ കരയാൻ പാടില്ലെങ്കിൽ ആദ്യം ഒരിക്കലും നിത്യാമ്മ വിട്ട് പോവാൻ പാടില്ല. എല്ലാവരും ഇപ്പോ വിഷമിച്ച് ഓടി നടക്കുന്നുണ്ടാവും. ഉണ്ടാവും. അച്ഛനും അപ്പൂപ്പനും ഒക്കെ നല്ല സങ്കടത്തിലായിരിക്കും. എന്നാലും കുഴപ്പമില്ല. ആദിക്കും നിത്യാമ്മയ്ക്കും വേണ്ടിയല്ലേ. എനിക്ക് ജ്യോതി അമ്മേനെ വിളിക്കാൻ പറ്റില്ല. അമ്മയായി കാണാനും പറ്റില്ല. ആദി, ബാ നമുക്ക് നടക്കാം.
ഇത്രയും കാലം ഞാൻ പ്രാർത്ഥിച്ചതും വിശ്വസിച്ചതും ശരിയാണെങ്കിൽ എന്റെ മക്കളെ എനിക്ക് കാണിച്ചു തരണം. എന്റെ സുജാതയെ സമാധാനായിട്ടിരിക്കെ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല. പോലീസ് സ്റ്റേഷനിൽ ഹലോ സാറേ. ഹലോ മിസ്റ്റർ രാമകൃഷ്ണൻ, ആ നിങ്ങളുടെ കുട്ടികളെ ആ, കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികളെ കണ്ടെത്തിയ? അയ്യോ ദൈവമേ. അയ്യോ അവരിപ്പോ എവിടെയാ സാറേ? അവരിപ്പോ സ്റ്റേഷനിലുണ്ട്. ആ ഞങ്ങളിപ്പോ തന്നെ അങ്ങോട്ട് വരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല രാമകൃഷ്ണൻ. ആ. ഞങ്ങൾ കുട്ടികളുമായിട്ട് അങ്ങോട്ട് പുറപ്പെടുക. ഓ ഒരു ഉവ്വ. 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അങ്ങോട്ട് എത്താം. ആ ആയിക്കോട്ടെ സാറേ. ഒരുപാട് നന്ദി സാറേ. ആയിക്കോട്ടെ. ശരി. ആ, അവര് കുട്ടികളും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഓ എന്റെ ദൈവമേ, ഞാൻ നിത്യോടൊന്ന് പറഞ്ഞിട്ട് വരാം. ആ ജ്യോതി, നീ ഇവിടെ നിൽക്ക.